രാഹുൽ മാങ്കൂട്ടത്തിലെ വിജയത്തിൽ പങ്കുണ്ട് എന്ന അവകാശവാദവുമായി വെൽഫെയർ പാർട്ടി. രാഹുൽ വെൽഫെയർ പാർട്ടി ഓഫീസിലെത്തിയത് വോട്ട് അഭ്യർത്ഥിച്ചാണ്. 2015 വരെ CPM-മായി സഖ്യമുണ്ടായിരുന്നു. ഇപ്പോൾ കുറ്റം പറയുന്ന CPM വാളയാറിനപ്പുറം സഖ്യമുണ്ടെന്ന കാര്യം മറക്കരുതെന്നും വെൽഫെയർ പാർട്ടി പറഞ്ഞു. അരുൺ ആലത്തൂർ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, ഈ കാര്യങ്ങളെല്ലാം വെൽഫെയർ പാർട്ടി നേരത്തെ തന്നെ സംശയങ്ങൾ ഉയർന്നു വന്നതെല്ലാം തന്നെ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. രാഹുലിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു, വോട്ട് ചെയ്തിരുന്നു, വിജയത്തിൽ പങ്കുണ്ട് എന്ന അവകാശവാദം ഉന്നയിക്കുകയാണ് അവർ. വിവരങ്ങൾ എന്താണ്? CPIക്ക് പിന്നാലെ വെൽഫെയർ പാർട്ടിയും പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയത്തിൽ അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഏതായാലും നേരത്തെ BJP-യും അതുപോലെ തന്നെ CPM-ഉം ഒക്കെ ചോദിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു കോൺഗ്രസിനോട് SDPI-യുടെയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ടുകൾ വേണ്ടെന്ന് വെക്കാൻ തയ്യാറാവുമോ എന്നുള്ളത്. പക്ഷേ അപ്പോഴൊന്നും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ UDF അതിനൊരു കൃത്യമായ മറുപടി നൽകിയിരുന്നില്ല. ശേഷം സ്ഥാനാർത്ഥി വിജയിച്ചതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ നമ്മൾ ജനം TV ചോദിച്ച ചോദ്യത്തിനുൾപ്പെടെ മറുപടിയായി SDPI ആണെങ്കിലും വെൽഫെയർ പാർട്ടി ആണെങ്കിലും നിരോധിത സംഘടനകളല്ലല്ലോ എന്ന് പറഞ്ഞ് അതിന് രണ്ടിനെയും ന്യായീകരിക്കുന്ന ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചത്. ഇപ്പോഴേതായാലും വെൽഫെയർ പാർട്ടി ഉൾപ്പെടെ ഇങ്ങനെ രാഹുലിന്റെ വിജയത്തിൽ തങ്ങൾക്ക് പങ്കുണ്ട് എന്നുള്ള അവകാശവാദവുമായി എത്തിയിരിക്കുകയാണ്. രാഹുൽ വിജയിച്ചത് തങ്ങളുടെ ഒരു നിലപാടിന്റെ കൂടെ ഭാഗമായിട്ടാണ് രാഹുൽ പാലക്കാട് വിജയിച്ചത് എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി അവകാശപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ CPM-നെ വലിയ രീതിയിൽ വെൽഫെയർ പാർട്ടി വിമർശിക്കുന്നുമുണ്ട്. പ്രധാനമായിട്ടും വെൽഫെയർ പാർട്ടി പറയുന്നത് 2015 വരെ ഈ CPM തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. പലയിടത്തും തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ തങ്ങളും CPM-ഉം ചേർന്ന് സഖ്യത്തിലായിട്ടാണ് മത്സരിക്കുകയും വിജയിക്കുകയും അവിടെ ഭരണം നടത്തുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഇപ്പോൾ CPM തങ്ങൾ ഭീകരവാദികളാണ് എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി പറയുന്നത്. മാത്രമല്ല വാളയാറിനപ്പുറം SDPI-യും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയും ഉൾപ്പെടെയുള്ള സഖ്യത്തിലാണ് CPM നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വെൽഫെയർ പാർട്ടിയെ ഈ ഭീകരവാദികളായിട്ട് എന്തടിസ്ഥാനത്തിലാണ് CPM മുദ്രകുത്തുന്നത് എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി CPM-നോടായിട്ട് ചോദിക്കുന്നത്. അതേസമയം തന്നെ BJP വിജയിക്കാൻ സാധ്യതയുള്ള എല്ലായിടത്തും തങ്ങൾ ആരാണോ വിജയിക്കാൻ സാധ്യതയുള്ള മറ്റ് ആള് അവർക്ക് വോട്ട് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അതായത് അടുത്തേക്ക് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതല്ലെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒക്കെ BJP-ക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ ഇടതുപക്ഷത്തിനാണ് സാധ്യത ജയിക്കാൻ സാധ്യതയെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും, അതല്ലെങ്കിൽ കോൺഗ്രസിനാണ് സാധ്യതയെങ്കിൽ കോൺഗ്രസിനെ വോട്ട് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. തങ്ങളുടെ നിലപാട് അത്തരത്തിലായിരിക്കും എന്നുള്ളതാണ്. നേരത്തെ SDPI-യും സമാന ഒരു നിലപാടുമായിട്ടായിരുന്നു രംഗത്ത് വന്നിരുന്നത്. ഏതായാലും ഈ BJP ആരോപിച്ചിരുന്നത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ UDF ഒരു ഗ്രീൻ ആർമിയെ നിയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഭവനങ്ങൾ കയറിയിറങ്ങുന്നതിനും പള്ളികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുന്നതിനൊക്കെ ഒരു ഗ്രീൻ ആർമിയെ ഇത്തരത്തിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നതായിരുന്നു BJP ആരോപിച്ചിരുന്നത്. മാത്രമല്ല ഈ ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ SDPI പോലുള്ള വർഗീയ പാർട്ടികളുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്ന് ഉൾപ്പെടെ രൂക്ഷ വിമർശനം BJP ഉന്നയിച്ചിരുന്നു. അതായത് ഈ SDPI-യുടെയും വെൽഫെയർ പാർട്ടിയുടെയും എല്ലാം അവകാശവാദങ്ങൾ പുറത്തു വരുന്നതോടെ പാലക്കാട്ടെ രാഹുലിന്റെ വിജയത്തിൽ പ്രത്യേകിച്ച് UDF-ന്റെ വിജയത്തിൽ ഇത്തരം സംഘടനകൾക്കും വലിയ പങ്കുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാവുകയാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ UDF-ലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ്. ശരി അരുൺ.